ചൈനയുടെ സഹായം പാകിസ്ഥാന് ലഭിക്കുന്നുണ്ടെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇനി ചൈനയുടെ സഹായം കിട്ടി പാകിസ്ഥാൻ എങ്ങനെയായിരിക്കും ഇന്ത്യയോട് തിരിച്ചടിക്കാൻ പോകുന്നത്? സാധാരണ രീതിയിൽ പാകിസ്ഥാനെ എല്ലാ കാലത്തും സഹായിച്ചിട്ട് ചൈനയാണ്. അത് ഈ യുദ്ധത്തിൽ മാത്രമൊന്നുമല്ല. ഏകദേശം 975 വർഷത്തെ ഭാരതത്തിൻ്റെയും പാകിസ്ഥാൻ്റെയും ചരിത്രത്തിനകത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ യുദ്ധത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു വശത്ത് ചൈനയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണത്. ഈ ചൈനയെ സംബന്ധിച്ച് ഒരു സമയത്ത് നമ്മൾ ഇന്ത്യയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ സമയത്ത് ഇന്ത്യ ചൈന ഭായി ഭായി എന്നൊക്കെ പറഞ്ഞിരുന്നു. ചൈന നമ്മുടെ സുഹൃരാജ്യം എന്നൊക്കെ ധരിച്ചിരുന്നത്. പക്ഷേ ചൈന ഒരിക്കലും ഭാരതത്തിൻ്റെ സുഹൃരാജ്യമല്ല. അതിന് കാരണം ഭാരതവും ചൈനയും തമ്മിലാണ് ജനസംഖ്യാപരമായിരിക്കുന്ന ഏറ്റവും വലിയ മത്സരം നടക്കുന്ന ഈ രണ്ട് രാജ്യം തമ്മിലാണ്. ഇപ്പം നമുക്ക് 140+ ആണ് നമ്മളുടെ പോപ്പുലേഷൻ ഉള്ളത്. ഏകദേശം അത്രയും തന്നെ പോപ്പുലേഷൻ ചൈനയെ സംബന്ധിച്ചുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന ചൈനയെ സംബന്ധിച്ച് അവരുടെ വിപണികൾ കണ്ടെത്തുന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അവരിപ്പോൾ ഈ കാര്യത്തിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ധരിക്കുന്നത് ഒരിക്കലും പാകിസ്ഥാനെ പിന്താങ്ങലല്ല. അവർ ധരിക്കുന്നത് അവരുടെ കൈവശം ഇരിക്കുന്ന വളരെ മോശപ്പെട്ട പഴയ ഉണ്ടാക്കി വച്ചിരുന്ന മുഴുവൻ ആയുധങ്ങളും കടത്തില് പാകിസ്ഥാനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം വരുന്നത് പാകിസ്ഥാനാണ്. ഈ ചില ആളുകളുടെ സൗഹൃദം വന്നാല് ആ സൗഹൃദം സൂക്ഷിക്കേണ്ടാണെന്ന് പറയാ. അത് സാധാരണ ഇപ്പൊ ഇന്ത്യയിൽ പറയാറുണ്ട്, വൻകിട ചില മുതലാളിമാരൊക്കെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ ഹിഡൻ അജണ്ട ഉണ്ടാവും. ഈ തരത്തിൽപ്പെട്ട ലോകത്തിലെ വൻകിട മുതലാളിമാരിൽ ഒരാളായിരിക്കുന്ന ചൈന പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങുന്നതിൻ്റെ പിന്നില് ഏറ്റവും വലിയ അജണ്ടയാണുള്ളത് അവരുടെ പഴയ ആയുധങ്ങൾ മറിച്ചു വിൽക്കാവുന്ന ശ്രമമാണ് ചൈനയെ സംബന്ധിച്ചുള്ളത്. ഇപ്പൊ നമുക്കതിന് വേറെ വ്യത്യാസം, ചൈന ഒരിക്കലും ഒരു മുസ്ലിം സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമല്ല. ഇപ്പൊ ഇന്ത്യയിൽ ഖുറാൻ ഇവിടെ നിരോധിച്ചിട്ടുണ്ടോ? ചൈനയിൽ നിരോധിച്ചിട്ടുണ്ട്. ചൈനയിൽ നിരോധനം വിധിച്ചിട്ടുണ്ട്. ചൈനയിൽ റംസാൻ ആഘോഷിക്കാൻ പാടില്ലല്ലോ. അവിടെ നൊയമ്പുകാലം ഇല്ലല്ലോ. അവിടെ നൊയമ്പുകാലത്ത് പകല് ഷോപ്പുകൾ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ അവരനുസരിക്കില്ലല്ലോ. ചൈന എന്ന് പറഞ്ഞാൽ തികച്ചും മുസ്ലിം വിരുദ്ധമായിരിക്കുന്ന രാജ്യമാണ്. മുസ്ലിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന രാജ്യമാണ്. പക്ഷെ അവർ പാകിസ്ഥാന്റെ കൂടെയാണ്. അതിൻ്റെ പിന്നിലുള്ള വസ്തു പ്രധാനപ്പെട്ടത് അവർ ആയുധ വിൽപ്പനയുടെ കേന്ദ്രമായിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്നത് ഈ പാകിസ്ഥാനാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ രാവിലെ തന്നെ അവർ ഫ്ലൈറ്റ് ഇന്ത്യൻ പട്ടാളം വെടിവെച്ച് താഴ്ത്തിയിട്ടുണ്ട് അവിടെ. കാരണം ഇന്ത്യയിലേക്ക് ആക്രമണം നടത്താൻ വേണ്ടി ശ്രമിച്ച ചൈനയുടെ ഫ്ലൈറ്റിൽ വന്നിരിക്കുന്ന പാകിസ്ഥാൻകാരാണ് അതിനകത്ത് അത്യാഹിതം സംഭവിച്ചത്. അങ്ങനെ ചൈനയെ സംബന്ധിച്ച് അവർ ആയുധങ്ങൾ കൊടുക്കുന്ന അവർ ആ തരത്തിൽ പരിശ്രമം അവർ ഇന്ത്യയായിട്ട് ആദ്യകാലത്ത് നടത്തിയിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായ സമയത്ത് വലിയ ചർച്ചയെ നെഹ്റുവായിട്ട് നടത്തി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അതിനുവേണ്ടി വിളിച്ച മുദ്രാവാക്യമാണ് ഇന്ത്യ ചീന ഭായി ഭായി എന്ന് പറയുന്ന മുദ്രാവാക്യം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എല്ലാ സ്ഥലത്തും വിളിച്ചു. അവിടെ ഒരു കരാറിൽ അവർ മുമ്പിൽ ഒപ്പിട്ടു. അതിൻ്റെ പേരാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു കരാറിലൊക്കെ ഒപ്പിട്ടു. നമ്മളൊക്കെ പഴയ കാലത്ത്, ഞാനൊക്കെ വിദ്യാഭ്യാസ കാലത്ത് പഠിച്ചിട്ടുണ്ട്. ഈ പഞ്ചശീല തത്വത്തിന്റെ പേരിൽ ഡൽഹിയിൽ ഒരു റോഡുണ്ട്. ആ റോഡിന്റെ പേര് പഞ്ചശീല മാർഗം എന്ന റോഡിന്റെ പേര്. അത് 1958-59 സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചൈനയിൽ പോയ സമയത്ത് വച്ച ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പഞ്ചശീല തത്വങ്ങളാണ്. ഈ പഞ്ചശീല തത്വങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്താൻ വേണ്ടിയിട്ട് 2 വർഷം വേണ്ടി വന്നില്ല ചൈനയെ സംബന്ധിച്ച്. ചൈന അത് കാറ്റിൽ പറത്തി. ചൈന കാറ്റിൽ പറത്തിക്കൊണ്ടാണ് 1962 അകാരണമായിട്ട് അവര് ഭാരതത്തേക്ക് ആക്രമിക്കുകയാണ്. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. 1948 ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധ സമയത്ത് പാകിസ്ഥാനെ സഹായിച്ച പോലെ തന്നെ 1962 ചൈന ഇന്ത്യക്കാരെ ആക്രമിക്കുകയാണ്. അന്ന് ഇന്ത്യയെ സംബന്ധിച്ച് ആയുധങ്ങൾ കുറവാണ്. വേണ്ടത്ര ശക്തമായ നേതൃത്വം നമുക്കില്ല. കാരണം നമ്മളുടെ അന്നത്തെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ വിശ്വപൗരനാണ് മനുഷ്യൻ. അദ്ദേഹത്തിന് ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കാൻ യാതൊരു നേരമൊന്നും ഇല്ലാത്ത മനുഷ്യനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം എന്ന് മാത്രമല്ല, അദ്ദേഹം അവിടെ 1958 ചൈന സന്ദർശിക്കുന്ന സമയത്ത് ചൈനയിൽ ഉണ്ടായിരുന്നൊരു അവസ്ഥയുണ്ട്. അന്ന് ചൈനയിൽ ആർട്ടിഫിഷ്യൽ സ്റ്റാർവേഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കൃത്രിമമായിട്ടുള്ള പട്ടിണി. ചൈനയിലെ ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാവോ സീത്തുങ് കൊണ്ടുവന്ന പരിപാടിയുടെ പേര് ആർട്ടിഫിഷ്യൽ സ്റ്റാർവേഷൻ എന്നാണ്. അത് ഏകദേശം ഒരു 3 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. 1958 തുടങ്ങിയിട്ട് 1961 വരെ ആ ഒരു കാലഘട്ടത്തിൽ 4.5 കോടി ചൈനക്കാരെയാണ് ആ മനുഷ്യൻ കൊന്നുകളഞ്ഞത്.
അത്രയ്ക്ക് നീചനായിട്ടുള്ള മനുഷ്യനാണ് മാവോ സേതുങ്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവർ കൊലപ്പെടുത്തിയിരിക്കുന്ന 4.5 കോടി ജനങ്ങളെയാണ് അവർ കൊന്നത്. ഈ വിവരമൊന്നും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അറിഞ്ഞില്ല. നെഹ്റുവിനെ അവര് പീക്കിങ്ങിൽ കൊണ്ടുപോയി, അതിന്റെ സമീപ പ്രദേശങ്ങളിൽ ചില സ്ഥലത്തൊക്കെ കൊണ്ടുപോയി, അവിടെയൊക്കെ കണ്ടു, ഹായ് പറഞ്ഞു. മാവോ സേതുങ്ങിനെ കെട്ടിപ്പിടിച്ചു. ഈ പുള്ളി ചൗവൻലായുടെ കൂടെ നടന്നു. ഇതൊക്കെ കണ്ട സമയത്ത് ഇദ്ദേഹം തെറ്റിദ്ധരിച്ചു ചൈന ആകപ്പാടെ മാറാൻ വേണ്ടി പോവുകയാണ്, ചൈന ലോകത്തിന്റെ പ്രധാനപ്പെട്ട രാജ്യമാകുകയാണെന്ന് ധരിച്ചുകൊണ്ട് ഈ പറയുന്ന തത്വങ്ങളിലൊക്കെ ഒപ്പുവെച്ചിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുകയാണ്. 2 വർഷം കഴിഞ്ഞില്ല, അതിനു മുമ്പായിട്ട് ചൈന ഇന്ത്യയെ ആക്രമിച്ചു. പണ്ഡിറ്റ് ജവഹർലാലിനെ സംബന്ധിച്ച് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. 12,000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണ് ആ സമയത്ത് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത്. നെഹ്റുവിന്റെ കാലത്ത് 2 യുദ്ധം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ആദ്യത്തെ യുദ്ധം പാകിസ്ഥാനായിട്ടുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിലാണ് POK എന്ന് പറയുന്ന ഇപ്പോഴത്തെ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ ഈ പറയുന്ന ഭാഗം നഷ്ടപ്പെടുത്തിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. അത് 1947-48 സമയത്ത്. അത് കഴിഞ്ഞ് നഷ്ടപ്പെടുന്നത് 1962 അത് ചൈന ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതാണ്. ഈ 2 സ്ഥലവും വിട്ടുകൊടുക്കുന്ന ഒരു പ്രകൃതമായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ സംബന്ധിച്ച്. അത് നെഹ്റു എക്കാലത്തും എങ്ങനെയാണ്? നെഹ്റുവിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മറ്റേ നമ്മുടെ കച്ച് ദ്വീപിന്റെ ഭാഗമൊക്കെയാണ്, അതൊരു മൊട്ടക്കുന്ന് പോലെയാന്നാ പറഞ്ഞത്. ആ സമയത്ത് എന്റെ ഓർമ്മ മാവലിംഗറോ മറ്റാണ് ഇന്ത്യൻ പാർലമെന്റില് ഹുക്കുംചന്ദ് കച്ചുവായി അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് പറഞ്ഞു, അങ്ങയുടെ തലയിലെ തൊപ്പിയൊന്ന് ഊരാമെന്ന് ചോദിച്ചു. നെഹ്റു തൊപ്പി ഊരി. ആ സമയത്ത് പറഞ്ഞു, അങ്ങയുടെ തലയില് രോമം പോലും മുളയ്ക്കാത്ത തലയാണ്, ഈ തല മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് നല്ലതെന്ന് ഹുക്കുംചന്ദ് കച്ചുവായി എന്ന് പറയുന്ന ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായിരിക്കുന്ന ആള് ആ കാലത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് ഇന്ത്യൻ പാർലമെന്റ് വെച്ച് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഈ പറയുന്ന കച്ച് ദ്വീപ് പോകുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു വേദന ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം തുടങ്ങിയിട്ട് ചൈനയുടെ നിലപാട് ഇന്ത്യ വിരുദ്ധമായിരിക്കുന്ന നിലപാടാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഭാഗത്ത് ഇന്ത്യ വിരുദ്ധ നിലപാടും മറുവശത്ത് അവരുടെ ആയുധങ്ങളുടെ വിൽപ്പനാ കേന്ദ്രം, ഈ രണ്ടിന്റെയും ഒരു സംയുക്തമാണ് അവരെ സംബന്ധിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ അവർ ആയുധങ്ങൾ കൊടുക്കുന്നു, ഇന്ത്യയുടെ യുദ്ധങ്ങളെ അവർ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ പാശ്ചാത്യ ശക്തികളുടെ അതേ നിലപാട് തന്നെയാണ് ഈ കാര്യത്തിൽ ചൈനയും അവലംബിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചൈനയ്ക്ക് ഒരു അതിബുദ്ധി കൂടുതലായതുകൊണ്ടാണ് ഇപ്പോ സാറ് പറഞ്ഞ പോലെ ആയുധങ്ങൾ വിൽക്കുന്നത്. അതെ, സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു സംശയമാണ്, ചൈന പാകിസ്ഥാന് ഒരു കുപ്പിയിലാക്കി കഴിഞ്ഞു, ഇനി ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണത്തിന് ചൈന ശ്രമിക്കുമോ? ചൈനയെ സംബന്ധിച്ച് ഇന്ന് സാധ്യമല്ല. കാരണം ചൈനയ്ക്ക് ഒരുപക്ഷെ 10, 25, 30, 40 കൊല്ലത്തിന് മുമ്പായിട്ടാണെങ്കിൽ ചൈനയെ സംബന്ധിച്ച് അവർ ഇന്ത്യ ആക്രമിക്കും. പക്ഷെ ഇന്ന് അവർക്ക് ചൈനയ്ക്ക് ഇന്ത്യ എന്താണെന്നറിയാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യം എന്ന പോലെ തന്നെ ചൈനയോടൊപ്പം തന്നെ സമസ്ത മേഖലയിൽ പിടിച്ചു നിൽക്കാവുന്ന രാജ്യമാണ് ഇന്ത്യ. ഇപ്പൊ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു സമയത്ത് ഇന്ത്യയുടെ സ്ഥാനം 10ാം സ്ഥാനത്താണ്. ഈ പറയുന്ന നരസിംഹറാവുവിന്റെയും മൻമോഹൻ സിംഗിന്റെ ഒക്കെ കാലത്ത് 10ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഇന്നിപ്പോ ലോകത്തിലെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. ഈ സാധനം ചൈനയ്ക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് സ്വന്തം ആയുധങ്ങൾ വിൽപ്പന കേന്ദ്രമായിട്ട് ഇന്ത്യയെ ഉപയോഗിക്കാൻ സാധ്യമല്ല. എന്ന് മാത്രമല്ല, പഴയ കാലത്ത് നെഹ്റുവിന്റെ കാലത്താണെങ്കിൽ 12,000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം പിടിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നും സാധ്യമല്ല. ഇന്ന് ചൈന പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ആ പറയുന്ന ചൈനയ്ക്ക് ശക്തമായ രീതിയിൽ, ചൈനയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ മറുപടി കൊടുക്കാൻ ഇന്ത്യയെ സംബന്ധിച്ച് സാധിക്കും. ഇന്ത്യയിലെ ജനങ്ങളിന് സജ്ജരാണ്, ഇന്ത്യയുടെ പട്ടാളം സജ്ജരാണ്, ഇന്ത്യയുടെ ഭരണാധികാരികൾ സജ്ജരാണ്. ഈ ബോധ്യം ചൈനയെ സംബന്ധിച്ചുകൊണ്ട്. അതുകൊണ്ട് ചൈന പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് യുദ്ധം ചെയ്യിപ്പിക്കുക, പാകിസ്ഥാനെ കൊണ്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ചൈന നേരിട്ട് ഇന്ത്യക്കെതിരായിട്ട് യാതൊരു യുദ്ധത്തിനും പുറപ്പെടാനുള്ള സാധ്യത ഇന്നത്തെ ഒരു സാഹചര്യത്തെ സംബന്ധിച്ചില്ല. കാരണം ചൈനയെ സംബന്ധിച്ച് ചൈന ഒരിക്കലും നേരിട്ട്, പഴയകാലത്ത് ചൈന യുദ്ധം ഉണ്ടായിരുന്നു. ആ യുദ്ധം ഉണ്ടായിരുന്നത് വിയറ്റ്നാമൊക്കെ ആയിട്ടാണ്. ആ സമയത്ത് നമ്മുടെ ഒ.എൻ.വി. കുറുപ്പ് സാറിനെ പോലെ ആളുകൾ ചില പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ കറുപ്പ് കഴിക്കലാണ് പ്രധാനപ്പെട്ട ചൈനീസ് പട്ടാളക്കാരന്റെ സ്വഭാവം ശരിക്കതാണ്. അങ്ങനെ കറുപ്പ് കഴിച്ച് മയങ്ങിയിട്ടുള്ള പട്ടാളക്കാരെ കുറിച്ച് നമ്മെ വിളിപ്പൂ നല്ല ഹൈമ വധഭൂമിയിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ഒ.എൻ.വി. കുറുപ്പ് സാർ പഴയ കാലത്ത് ചില പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ തന്നെ ഇവിടെ ചതിയുടെ കാഞ്ചി വലിച്ചൊരു ചൈനപ്പടയുടെ നേരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒ.എൻ.വി. കുറുപ്പ് സാർ പാട്ട് എഴുതിയിട്ടുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്ന ഒ.എൻ.വി. കുറുപ്പിന് പോലും അറിയാം ചൈനയുടെ ചതിയെ സംബന്ധിച്ച്. അങ്ങനെ ചതിക്കുന്ന ചൈനയെ സംബന്ധിച്ച്, ആ മഞ്ഞപ്പടയെ സംബന്ധിച്ച്
അവർക്കൊരിക്കലും ഇന്ത്യയെ കടന്നാക്രമിക്കുവാനുള്ള ധൈര്യം ഇന്നത്തെ ചുറ്റുപാടുകളിൽ ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് സംശയലേശം പിന്നെ പറയാൻ വേണ്ടി സാധിക്കും.